എരുമേലിയിൽ വില ഏകീകരണത്തിൽ ജമാഅത്തിൻ്റെയും വ്യാപാരികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ജില്ലാ ഭരണകൂടം. പേട്ടതുള്ളൽ സാമഗ്രികൾക്ക് ശബരിമലയിലേതിനേക്കാൾ കൂടിയ വിലയാണ് എരുമേലിയിൽ നിശ്ചയിച്ചത്. ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ശരം, ഗദ, വാൾ, കിരീടം, കുങ്കുമം തുടങ്ങിയ ഓരോന്നിനും 35 രൂപ വീതം ഈടാക്കാനാണ് തീരുമാനം. പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തുണ്ട്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, ഇത്തവണ എരുമേലിയിൽ കാര്യങ്ങളെല്ലാം തകിടം മറിയുന്ന നിലയിലാണ്. കാരണം സന്നിധാനത്തുള്ളതിനേക്കാൾ അല്ലെങ്കിൽ പമ്പയിലുള്ളതിനേക്കാൾ വില കൂടുതലാണ് എരുമേലിയിലെ ഓരോ സാധനങ്ങൾക്കും. കാരണം അവിടെ ജമാഅത്തിൻ്റെയും അവിടുത്തെ വ്യാപാരികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിൽ വിലവർധനവ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ ഔദ്യോഗികമായി ഈ വില അംഗീകരിച്ച് ഉത്തരവും ഇറക്കി കഴിഞ്ഞു. എരുമേലിയിൽ അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്യുന്നു, പരമാവധി കൊള്ളയടിക്കാനുള്ള തീരുമാനം, അതും ജമാഅത്തിൻ്റെയും വ്യാപാരികളുടെയും പിന്തുണയോടെ ഒരു ജില്ലാ കളക്ടർ തന്നെ ഇങ്ങനെ മുതിരുന്നു എന്നുള്ളത് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറെ വേദനാജനകമായ കാര്യമാണ്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ, ഭക്തർ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ അയ്യപ്പൻ. വില ഏകീകരിക്കണം എന്നുള്ള ആവശ്യം ദേവസ്വം മന്ത്രി യോഗത്തിൽ അംഗീകരിക്കുകയും അതിനുവേണ്ടി RDOയെ ചുമതലപ്പെടുത്തിയതുമെല്ലാം ഹൈന്ദവ സംഘടനകളെയും അയ്യപ്പന്മാരെയും എല്ലാം വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കണ്ടത്. കാരണം വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ഈ പേട്ടതുള്ളൽ സാമഗ്രികൾ, അതായത് ആചാരാനുഷ്ഠാനത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെങ്കിലും ഈ കൊള്ള വിലയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ആവശ്യം. കാരണം ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പന്മാർ അവരെ കൊള്ളയടിക്കുന്ന, അവരെ പോക്കറ്റ് കാലിയാക്കുന്ന ഒരു നടപടിയായിരുന്നു എരുമേലിയിലെ വ്യാപാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. കാരണം വെറും 2 രൂപയിൽ താഴെ മാത്രം ചെലവ് വരുന്ന അല്ലെങ്കിൽ ഹോൾസെയിൽ വിലയ്ക്ക് ലഭിക്കുന്ന ഈ സാധനങ്ങൾക്ക് എരുമേലിയിൽ പലതവണ പലപ്പോഴും ഈടാക്കിയിരിക്കുന്നത് കൊള്ള വിലയാണ്. 100-500 വിലയൊക്കെ പലരിൽ നിന്നും ഈടാക്കിയതായിട്ടുള്ള വാർത്തകൾ ഓരോ വർഷവും വന്നിരുന്നു. അതിനെ തടയിടാനെന്ന വണ്ണമാണ് ഇത്തരത്തിൽ വില ഏകീകരിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചതും ശബരിമല അയ്യപ്പ സേവാ സമാജം ഇത് സംബന്ധിച്ച യോഗത്തിൽ ശരാശരി 7 രൂപയിൽ താഴെ മാത്രം, അതായത് ചില വസ്തുക്കൾക്ക് 5 രൂപയും ചില വസ്തുക്കൾക്ക് 7 രൂപയും അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിന് വ്യാപാരികൾ മുന്നോട്ട് വെച്ച തുക എന്ന് പറയുന്നത് 50 രൂപയായിരുന്നു. ഈ വില ഏകീകരിക്കാനുള്ള നീക്കത്തെ എരുമേലി ജമാഅത്തും തടയുന്ന ഒരു നിലപാടാണ് എടുത്തത്. കാരണം അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ ഇതോടൊപ്പം തന്നെ ലേലം പോയി എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. വലിയ തുകയ്ക്ക് ലേലം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വില ഏകീകരിക്കുകയാണെങ്കിൽ അത് നഷ്ടം സംഭവിക്കുമെന്നുള്ള കാര്യം ഉയർത്തി എരുമേലി ജമാഅത്ത് ഈ യോഗത്തിൽ എതിർപ്പുന്നയിക്കുകയും ചെയ്തിരുന്നു. പലതവണ ശബരിമല അയ്യപ്പ സേവാ സമാജം ഇത് അംഗീകരിക്കാതെയും ഇരുന്ന സാഹചര്യത്തിൽ വില ഏകീകരണം നടപ്പാകാതെ നീളുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏകപക്ഷീയമായി ഒരു വില പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കുകയാണ് ഉണ്ടായത്. അതെല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 2 രൂപയിൽ താഴെ മാത്രം വിലയുള്ള വസ്തുക്കൾക്ക് ശരക്കോല്, അതുപോലെ തന്നെ കിരീടം, കച്ച, ഗദ, വാള് ഇതിനെയെല്ലാം 2 രൂപയിൽ താഴെ മാത്രമാണ് വിലയുള്ളത്. ഇതിനെയെല്ലാം 35 രൂപ ഈടാക്കാമെന്നുള്ളൊരു അനുമതി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഉത്തരവ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ശബരിമലയിൽ ശരംകുത്തിയിൽ ഇതിനെ 10 രൂപ മാത്രമേ ഈടാക്കാവൂ എന്ന് ദേവസ്വം തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിന് കരാർ കൊടുക്കുന്ന ആളുകൾക്ക് ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ടേംസ് അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ശരംകുത്തിയിൽ വെറും 10 രൂപ മാത്രം ഈടാക്കാൻ നിഷ്കർഷിച്ചിട്ടുള്ള ഈ സാധനങ്ങൾക്കാണ് താഴെ ശബരിമലയ്ക്ക് താഴെ എരുമേലിയിൽ 35 രൂപ വരെ ഈടാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് വിരോധാഭാസമല്ലാതെ മറ്റെന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. മാത്രമല്ല ഈ വില ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഈ ഒരു ഉത്തരവിൽ നിന്ന് പിന്നോക്കം പോകണം, ഈ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഇത് പുനഃപരിശോധിക്കണമെന്നും ശബരിമല അയ്യപ്പ സേവാ സമാജം നിർദ്ദേശിച്ചിട്ടുള്ള 5 രൂപ അല്ലെങ്കിൽ 7 രൂപ വിലയ്ക്ക് നൽകാനുള്ള ഉത്തരവ് നൽകണമെന്നാണ് ശബരിമല അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ എല്ലാ ഹൈന്ദവ സംഘടനകളും ഈ തീരുമാനം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ഉത്തരവ് റദ്ദാക്കിയിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമര പരിപാടിയിലേക്ക് നീങ്ങുമെന്ന് തന്നെ ശബരിമല അയ്യപ്പ സേവാ സമാജം വ്യക്തമാക്കിയിരിക്കുന്നു. ഹൈന്ദവ സംഘടനകളും ശബരിമല കർമ്മസമിതിയും ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്.